ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ രണ്ടാം പ്രതി മുരാരി ബാബു 2019 ചങ്ങനാശ്ശേരി പെരിഞ്ഞ നിർമ്മിച്ച വീടിനെക്കുറിച്ചും പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചന. ഇവിടെ ഇന്നലെ SITയുടെ പരിശോധന ഉണ്ടായിരുന്നു. ഒരു വലിയ കെട്ടിടമാണ് അയാൾ അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതിനുള്ള പണം ഒരു ഉദ്യോഗസ്ഥൻ മാത്രമായി അയാൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്നുള്ള കാര്യം SIT അന്വേഷിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ടോബി, ശരിക്കും ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കട്ട് നിന്നതിന് കൂട്ടുനിന്നിട്ടുണ്ടാക്കിയ പണമാണോ എന്ന് SIT തീർച്ചയായിട്ടും ഈ പ്രതികളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവരുടെ മറ്റ് സ്വത്തുക്കളെക്കുറിച്ചും അന്വേഷിക്കേണ്ടി വരുമല്ലോ. വിവരങ്ങൾ SKN തീർച്ചയായിട്ടും വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് തന്നെയാണ് SIT കടന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ സ്വത്ത് വിവരങ്ങളെക്കുറിച്ചൊരു അന്വേഷണം നടത്താൻ SIT തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ വീട്ടിൽ വിശദമായിട്ടുള്ള ഒരു പരിശോധന നടത്തിയിരുന്നു. ഈ വീട് നിർമ്മിച്ചത് സംബന്ധിച്ചുള്ള ചില സംശയങ്ങളും SITക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിനുണ്ട്. കാരണം ഇത്രയും വലിയൊരു കെട്ടിടം, ഒരു വീട് പണിയണമെങ്കിൽ അതിന് കോടികൾ ആവശ്യമായി വരും. ഏകദേശം 2 കോടിയോളം രൂപ വിലമതിക്കുന്ന ഒരു വീടാണ് ഈ പെരുന്നയിൽ നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൽ ഉപയോഗിച്ചിരുന്ന തടികളും മറ്റുമൊക്കെ ചില സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ചില ആക്ഷേപങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. ഏറ്റുമാനൂർ, വൈക്കം ക്ഷേത്രങ്ങളിലൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് മുരാരി ബാബു ജോലി ചെയ്തിരുന്നു. ആ സമയത്തൊക്കെ അവിടുത്തെ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുവന്ന തടികൾ വീടിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്നുള്ള ചില സംശയങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ഏതായാലും ഇത്രയും തുകയ്ക്ക് ഇത്രയും വലിയൊരു വീട് പണിയാൻ ഒരു ഉദ്യോഗസ്ഥനായിട്ടുള്ള ആൾക്ക് എങ്ങനെ സാധിച്ചു എന്നുള്ള സംശയമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് തട്ടിപ്പിന്റെ വിഹിതമായി ലഭിച്ച പണം കൊണ്ട് നിർമ്മിച്ച കെട്ടിടമാണോ എന്നൊരു സംശയം സ്വാഭാവികമായിട്ടും ഉയരുന്നത്. എന്തായാലും SIT ഇക്കാര്യത്തിലും വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ പരിശോധന നടന്നതെന്നും ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.